Good morning, students. Adutha university question aanu. Find the Fourier sine transform of e raised to minus x, x greater than or equal to 0. Hence, evaluate integral 0 to infinity x sine mx by 1 plus x square dx. ഇത് മെയ് 2019 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? fs of s integral root of 2 by pi integral 0 to infinity f of x sin sx dx. That is root of 2 by pi integral 0 to infinity. But f of x എന്താണ്? e raised to minus x sin sx dx. Root of 2 by pi. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. e raised to minus x into sin sx നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ e raised to ax sin bx dx. ഈ ഫോർമുല എന്താണ് പറയുന്നത്? e raised to ax by a square plus b square a sin bx minus b cos bx. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോർമുല ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? e raised to minus x divided by 1 plus s square. എയുടെ സ്ഥാനത്ത് -1 ആണ്, ബിയുടെ സ്ഥാനത്ത് s ആണ്. അപ്പൊ 1 plus s square minus sin sx minus s cos sx 0 to infinity. That is root of 2 by pi into 1 by 1 plus s square. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. e raised to minus infinity 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 into ഇവിടെ നമുക്ക് 0 ആയി പോകും. ഇവിടെ s into 1. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2 by pi into s by 1 plus s square. അപ്പോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം നമുക്ക് കിട്ടിയ ആൻസർ റൂട്ട് ഓഫ് 2 by pi into s by 1 plus s square. ഇതാണ് നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. 0 to infinity x sin mx by 1 plus x square dx. ഈ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഇൻവേർഷൻ ഫോർമുല കൊടുക്കുന്നു. ഇൻവേർഷൻ ഫോർമുല ഫോർ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. Inversion formula for Fourier sine transform. Inversion formula for Fourier sine transform. എന്താണ്? f of x is equal to root of 2 by pi integral 0 to infinity fs of x sin sx ds. fs of s sin sx fs of sin sx ds. ഈ ഫോർമുല കൊടുക്കാം. ഈ ഫോർമുലയിൽ fs of s ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് 2 by pi into ഇന്റഗ്രൽ 0 to infinity fs of s എന്താണ്? റൂട്ട് ഓഫ് 2 by pi into s by 1 plus s square sin sx ds. അപ്പൊ നമ്മൾ ചെയ്തു വരുമ്പോൾ എത്ര കിട്ടും? 2 by pi ഇന്റഗ്രൽ 0 to infinity s sin sx by 1 plus s square dx ds is equal to f of x. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ ഇതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ 0 to infinity s sin sx ds divided by 1 plus s square ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിലേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ pi by 2 f of x. f of x എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus x. അപ്പൊ നമ്മൾ 0 to infinity s sin sx by 1 plus s square വെച്ച് നിർത്തി ds വെച്ച് നിർത്തി ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി pi by 2 into f of x. f of x എന്ന് പറഞ്ഞാൽ e raised to minus x ആണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? നമുക്ക് 0 to infinity x sin mx by 1 plus x square dx എന്നുള്ള എന്ത് തെളിയിക്കണം? pi by അതാണ് കണ്ടുപിടിക്കേണ്ടത്. 0 to infinity x sin mx by 1 plus x square ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ x ന്റെ സ്ഥാനത്ത് x is equal to m കൊടുക്കുക. x is equal to m കൊടുക്കുമ്പോൾ 0 to infinity s sin sm sin m s into m
into ds divided by 1 plus s square is equal to pi by 2 into e raised to minus m. x കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്തു? x കാണുന്നിടത്തൊക്കെ m കൊടുത്തു. m കൊടുത്തപ്പോൾ s sin sm ds divided by 1 plus s square equal to pi by 2 e raised to minus m. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്തു? 0 to infinity. ഈ x ന് പകരം കൊടുത്തു x sin mx dx divided by 1 plus x square is equal to pi by 2 e raised to minus m. By the property of definite integral. Definite integral property എന്താണ്? Integral a to b f of x dx is equal to integral a to b f of y dy. ഇവിടെ ഇതിന് ശേഷം നമ്മൾ s മാറ്റി x കൊടുത്തു. ഇവിടെ ആദ്യം x ന് m കൊടുത്തു, അതിനുശേഷം അടുത്ത സ്റ്റേജിൽ എന്ത് കൊടുത്തു? ഈ കംപ്ലീറ്റ് s ഒക്കെ നമ്മൾ എന്ത് കൊടുത്തു? x കൊടുത്തു. അപ്പൊ x sin mx ഇവിടെ ഉണ്ട്, ഈ s ന് പകരം dx കൊടുത്തു, ഇവിടെ 1 plus x square കൊടുത്തു. That is equal to pi by 2 e raised to minus m. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ്? 0 to infinity x sin mx dx by 1 plus x square ന്റെ ആൻസർ എന്താണ്? pi by 2 into e raised to minus m എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുക. ഇതാണ്, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് എന്ന് ചോദിച്ചതാണ് മെയ് 2019 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസ് ചോദിച്ചതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആദ്യം നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? √2/5 ഇന്റഗ്രൽ 0 to infinity f of x sin sx dx. ആ f of x ന്റെ സ്ഥാനത്ത് e raised to minus x കൊടുത്ത് നമ്മൾ ആദ്യം ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എന്റെ ഇൻവേർഷൻ ഫോർമുല എടുക്കുന്നു. ഇൻവേർഷൻ ഫോർമുല എന്താണ്? f of x equal to √2/5 ഇന്റഗ്രൽ 0 to infinity f of x fs of s sin sx ds ആണ് ds. അതിൽ നമ്മൾ fs of s ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. ഇവിടെ x ആദ്യം m കൊടുക്കുന്നു, അതിനുശേഷം s നമ്മൾ വീണ്ടും x ലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.